എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മലബാറുകാരുടെ മധുരപലഹാരമായ ഏലാഞ്ചിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ബൗളിലേക്ക് ഇടാം. കളറിനായി 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. 1 നുള്ളു ഉപ്പും ഇടാം. ഇതിലേക്ക് 1 മുട്ട കൂടി ചേർക്കാം. അരക്കപ്പ് പാല് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഏകദേശം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. മാവ് നല്ല കട്ടിയാണ്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ദോശ നല്ല തിന്നായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് മാവ് കുറച്ച് ലൂസായിരിക്കണം. ഇതിലേക്കുള്ള ഫില്ലിംഗ് കൂടി റെഡിയാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം തേങ്ങ ചേർക്കാം. ഈ ഫില്ലിംഗ് ഉണ്ടാക്കാൻ നെയ്യ് തന്നെ യൂസ് ചെയ്യണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇടുന്നത്. തേങ്ങ വല്ലാതെ റോസ്റ്റായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കളർ മാറാനും പാടില്ല. റോസ്റ്റഡ് സ്മെല്ലും വരാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. ഏകദേശം 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കാം. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂടിൽ തന്നെ പഞ്ചസാര അലിഞ്ഞ് കിട്ടും. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. മാവ് വല്ലാതെ തിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. തിന്നായി തന്നെ പരത്തിയെടുക്കണം. ദോശ പരത്തിയതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇല്ലെങ്കിൽ ദോശയുടെ കളർ മാറും. ഇതെടുക്കാം. അങ്ങനെ നമ്മൾ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് മടക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 സ്പൂൺ ഫില്ലിംഗ് വയ്ക്കാം. ഇങ്ങനെ മടക്കുകയാണെങ്കിൽ ഫില്ലിംഗ് പുറത്തു പോകാതെ കിട്ടും. ഇല്ലെങ്കിൽ ദോശ അങ്ങനെ മടക്കിയെടുത്താലും മതി.
അങ്ങനെ നമ്മുടെ ലവ് ലെറ്റർ അല്ലെങ്കിൽ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 4 മണി ചായക്കൊപ്പവും കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ്. ഈ അളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ 8 ഏലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം.